അപ്പോൾ MVD കണ്ടാൽ പിടിക്കേണ്ട ഒരു കാര്യമില്ല, ഒന്നുമില്ല. എല്ലാം ലീഗൽ ആയിട്ടുള്ള മാത്രമേ ഉള്ളൂ. ഇത് ഓൾട്ടറേഷനേക്കാളും കൂടുതൽ പറയാൻ കുറച്ചും കൂടി ഈസി അപ്ഗ്രേഡേഷൻ ആണ്. ഇതിന്റെ കളർ എങ്ങനെയാണ്? ഇതാണ് ഈ വണ്ടിയുടെ വൈറ്റിന്റെ ബീജ് വരുന്ന അതേ ലുക്കിലായിരുന്നു ഇത്. അതെ അതെ, കംപ്ലീറ്റ് മാറ്റി. അതെ, വേറെ നമ്മളിതിനകത്ത് വേറെ ഒന്നും ഈ പറഞ്ഞ പോലെ സേഫ്റ്റിയുടെ കൺസേൺ ആയിട്ടുള്ള ഒരു എയർ ബാഗിൻ്റെ എല്ലാം നമ്മൾ സെൻസർ വീണ്ടും ഞങ്ങൾ സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്ത്, കാരണം എന്തെങ്കിലും എറർ കാണിച്ചു കഴിഞ്ഞാൽ ഡിഫോൾട്ടായി കിടക്കും. എല്ലാം നമ്മൾ ഈ RC-ൽ ഈ M Sport ബാഡ്ജ് ഇത് കിറ്റ് കയറിയത് മെൻഷൻ ചെയ്യുമോ, അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ 525 തന്നെ കിടക്കുന്നത്? ബാക്കിയുള്ളവർക്കോ പബ്ലിക്കിനോ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ഇതിൻ്റെ മേലേക്ക് ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് പറഞ്ഞ പോലെ ക്രൈസിന്റെ മേലെ വണ്ടി അത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ടും പക്ഷേ ഒന്ന് ചെയ്ത് നോക്കാന്നുള്ള പരീക്ഷയാണ്. അത്രേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് യൂസ്ഡ് കാറിൻ്റെ സെയിലുള്ള വീഡിയോ ആയിട്ടുള്ള നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ രണ്ട് വാഹനങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആയിട്ടാണ്. രണ്ട് വാഹനങ്ങൾ എന്ന് വെച്ചാൽ രണ്ടും ഒരേ വാഹനമാണ്. BMW-ൻ്റെ 5 സീരീസ് വാഹനമാണ് 525D. അതാണ് വാഹനം, രണ്ടും ഒരേ വാഹനം. നമ്മളിപ്പോൾ ഒരു വാഹനം എടുക്കുമ്പോൾ നമ്മൾ കേൾക്കാറില്ലേ, കിറ്റ് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ഇത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറില്ല. അതിൻ്റെ കറക്റ്റ് കോസ്റ്റ്, അതെങ്ങനെ ചെയ്യാം, എത്രത്തോളം ഭംഗി ഉണ്ടാവും ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു കമ്പാരിസൺ കൊണ്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വന്നിരിക്കുന്ന ഷോറൂം പ്രീമിയം വീൽസാണ്. ശരത് ബ്രോനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. സുഖമല്ലേ? ഓക്കെ, നമ്മൾ ഇവരുടെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് 5-6 വണ്ടികളുണ്ടായിരുന്നു പ്രീമിയം യൂസ്ഡ് പ്രീമിയം കാറുകൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവർ ചെയ്യുന്നതാണ്. അത്രയും തെരഞ്ഞു പിടിച്ച് അത്രയും ക്ലിയർ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനങ്ങളാണ് ഇവർ നിങ്ങൾക്ക് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇതുവരെ ഇവരുടെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനലിൽ കയറി കാണാം, പ്രീമിയം വീൽസ്. അതേപോലെ ഇവരുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് കയറി നോക്കിയാൽ ഫുൾ ഡീറ്റെയിൽ കിട്ടും. ഫുൾ ഇൻസ്പെക്റ്റഡ് കറക്റ്റ് റെക്കോർഡുള്ള വണ്ടികളാണ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് വിൽക്കാൻ വെച്ച വണ്ടിയല്ലേ ഇത് രണ്ടും അല്ലേ? ഇത് വിൽപ്പനയ്ക്ക് നമ്മൾ കൊണ്ടുവന്നതാണ് ഡൽഹിയിൽ നിന്ന് നിയർലി. അത് പക്ഷേ ആ വീഡിയോയിൽ ഉൾപ്പെടുത്ത വെച്ചാൽ വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ സോൾഡ് ഔട്ട് ആയി. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വീഡിയോയിൽ വെക്കാതിരുന്നത്. ഇത് ഞങ്ങൾ പേഴ്സണലി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള കമ്പാരിസണാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പ്രീമിയം വീൽസിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂരാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ്, ഏകദേശം 1.5 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. കറക്റ്റ് ലൊക്കേഷൻ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പാരിസൺ തുടങ്ങാൻ പോവാണ്. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ അടുത്തൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇതിൻ്റെ ഉദ്ഘാടനമാണല്ലേ, പാലിയേറ്റീവ് കെയറിൻ്റെ ഉദ്ഘാടനമാണ്. അതിൻ്റെ കുറച്ച് സൗണ്ട് എന്തെങ്കിലും കയറി വന്നാൽ ക്ഷമയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് വാഹനം 525 രണ്ടും 520 സ്പെക്കിലുള്ള 525 സ്പെക്കിലുള്ള രണ്ടും ഡൽഹി വണ്ടിയാണ്. ഒന്നായിരുന്നു, ഇപ്പൊ അത് കേരളയായി നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി. അത് ഞാൻ ആദ്യം ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് ജിതിനാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, നമ്മൾ ഡൽഹിയിൽ ഞങ്ങളുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പോയ സമയത്ത് വണ്ടി സെർച്ച് ചെയ്തു. ഞങ്ങൾ പേഴ്സണൽ ആവശ്യത്തിന് വണ്ടി എടുത്തു. അത് ഇപ്പോഴും ഉണ്ട്, ഒരു ക്ലാസ് ആണത്, ഒരു കുഴപ്പമില്ല, വണ്ടി ഓടുന്നുണ്ട്. നമ്മുടെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. മീൻസ് ഡൽഹിയിൽ നിന്ന് വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണത് നാട്ടിലെത്തിക്കുക, അതിന്റെ ബാക്കി ക്ലറിക്കൽ വർക്ക് കാര്യങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഒരു ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടി. ഒബിയസ്ലി അതിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ടാണ് പിന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് പതുക്കെ. ഇതും അതുപോലെ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിക്കുന്നുണ്ട്, മീൻസ് എങ്ങനെയാണ് BM ഒക്കെ ഒരു കിറ്റ്, അതായത് അപ്ഗ്രേഡേഷൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒബിയസ്ലി നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം. നമ്മൾക്ക് ഒരു വണ്ടിയുടെ അതിനെപ്പറ്റി ചെയ്യണം. ആ ചെയ്തതിന്റെ റിസൾട്ടാണ് കിടക്കുന്നത്. അതെ, ഇത് ആക്ച്വലി 2011 മോഡല് ഡൽഹി രജിസ്ട്രേഷൻ ഒരു 525 ആയിരുന്നു. ആ സമയത്ത് എടുക്കുമ്പോൾ എനിക്കൊന്ന് 26 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വൈറ്റ് കളറിലുണ്ടായിരുന്ന വണ്ടിയായിരുന്നു. അതാണിപ്പോ 2023 M Sportലേക്ക് ഏകദേശം ഒരു 1.25 CR അടുത്ത് ഇപ്പോൾ ഓൺ റോഡ് വരുന്ന വണ്ടിയുടെ മാറ്റിയിരിക്കുകയാണ്. സാധാരണ അധികം ആൾക്കാർ ഈ വണ്ടിക്ക് എത്ര ഉണ്ടായിരുന്നു നിങ്ങൾ ഡൽഹിയിൽ നിന്ന് എടുക്കുമ്പോൾ? നമ്മൾ അന്ന് പർച്ചേസ് ചെയ്ത് 13,50,000 രൂപയ്ക്കാണ്. 50,000 രൂപയ്ക്ക് അതാണ് നമ്മൾ എടുത്ത റേറ്റ്. അതെ, ആ സമയത്ത് 26 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങളും ഡൽഹി വണ്ടികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. രണ്ട് വണ്ടികൾ ഇപ്പൊ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതും പറഞ്ഞ I ക്ലാസും യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഒരു കുഴപ്പമില്ല. ഇല്ല. ഓക്കെ, ഇതിപ്പോ ഏകദേശം ഇതിന്റെ ഞാൻ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ, പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റമുണ്ട്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ട് ബോണറ്റ് തന്നെ മാറിയിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങളുണ്ട് രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ.
ടോട്ടൽ ഏകദേശം ഒരു കോസ്റ്റ് എത്ര വന്നതിന് ഇതിന് മൊത്തം കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ വണ്ടിയുടെ വിലയും ടാക്സ് എല്ലാം കൂടി പ്ലസ് ഇതിന്റെ കിറ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ എക്സ്റ്റേണലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 25 lakhs അടുത്ത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എമൗണ്ട് വന്നിട്ടുണ്ട്. 25 lakhs ഇന്റേണൽ എക്സ്റ്റേണൽ എല്ലാം കൂടെ 25 ലക്ഷത്തിന്റെ അടുത്ത് ഏകദേശം കോസ്റ്റ് വന്നിരിക്കുകയാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ RC-യിൽ ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണോ? ഞാനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പറഞ്ഞുതരാം. അപ്പോൾ അത് ഇനി എടുക്കാൻ പോകുന്നവർക്ക് ഒരു ഉപകാരമായിരിക്കും. ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത വണ്ടിയുടെ കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യം ഈ പറഞ്ഞ 13.5 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. അവിടെ NOC ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തു, നാട്ടിലേക്ക് വണ്ടി എത്തിച്ചു. ട്രക്കിലാണ് വണ്ടി കൊണ്ടുവന്നത്. ഇവിടെ എത്തിയിട്ട് ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ NOC ക്ലർക്കൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് NOC ഇങ്ങോട്ട് എടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വണ്ടി സർവീസിലേക്കാണ് പോയിട്ടുള്ളത്. അതായത് പീരിയോഡിക് സർവീസ് ഓൾറെഡി ചെയ്ത് വെച്ചാണ്. എന്നാലും നമ്മളത് കയ്യിൽ വെക്കുന്ന വണ്ടി ആയതുകൊണ്ട് എൻ്റെ ഒറിജിനൽ പാർട്സ് ഇട്ടിട്ട് വണ്ടി കംപ്ലീറ്റ് സർവീസ് ചെയ്തു. അതിനകത്ത് എടുത്തു പറയേണ്ടത് ഗിയർ ഓയിലാണ്. ഈ ബെൻസിൻ്റെ 525-നൊക്കെ സെറ്റ് ഓഫ് BM-ന്റെ ഗിയർ ബോക്സ് ഒക്കെ ഗിയർ ഓയിൽ എന്നൊക്കെ പറയുന്നത് ലൈഫ് ലോങ് ആണ് കമ്പനി പറയുന്നത്. മാറണ്ട, നിങ്ങൾ ലൈഫ് ലോങ് ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും അതിൻ്റെ എക്സ്പേർട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിഞ്ഞ് ഒരു 1 lakh kilometer ഒക്കെ ഓടി കഴിയുമ്പോഴത്തേക്ക് മാറുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മളത് കയ്യിൽ വെക്കുന്നതുകൊണ്ട് ഞങ്ങളത് കംപ്ലീറ്റ്ലി സർവീസ് ചെയ്ത് വണ്ടി കംപ്ലീറ്റ്ലി ചെയ്തെടുത്തു. വണ്ടി നാട്ടിൽ NOC ആയി കഴിഞ്ഞ ശേഷം പിന്നെ അത് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ 799 കിടക്കുന്നത്. അത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിന്റെ ഫാൻസി നമ്പർ ആയിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തു. ഇത് ഏകദേശം വണ്ടി ഇപ്പോൾ നമ്മുടെ കയ്യിൽ 8-9 ഒരു 10 മാസം ആവാനായി കയ്യിൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ കിറ്റ് ചെയ്തതിന് ശേഷം എത്ര മാസമായി ഇപ്പൊ കയ്യിൽ? കിറ്റ് ചെയ്തതിന് ശേഷം ഒരു 3 മാസം ചെയ്തിട്ട്. അതെ. എവിടെയാണ് നിങ്ങൾ ചെയ്തത്? കേരളത്തിലാണോ അതോ ഡൽഹിയിലാണോ? അല്ല, കേരളത്തിൽ തന്നെ ചെയ്തത്. അത് ഞങ്ങൾ ഇതിനെപ്പറ്റി കറിയുടെ സ്റ്റഡി നടത്തി. നമ്മൾ വണ്ടികളിൽ കുറച്ച് ഞങ്ങൾ 3 പേര് അത്യാവശ്യം വണ്ടിയിൽ കുറച്ച് ക്രൈസും കുറച്ച് പ്രാന്തലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ A to Z കാര്യങ്ങൾ പഠിച്ചത് എവിടെ എന്തൊക്കെ കിട്ടും. അതുകൊണ്ട് പല സാധനങ്ങൾ പല ഏരിയയിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. പലതും നമ്മൾ പാർട്സുകൾ പിൻ ചെയ്തെടുത്തിട്ടുള്ള പല ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയിട്ടുണ്ട്, ഔട്ട് ഓഫ് കൺട്രി പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്തിട്ടാണ്. അതെ. പിന്നെ കുറച്ച് സാധനങ്ങൾ UAE എന്നൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് ഇത് അസംബിൾ ചെയ്തിട്ട്. ഇതിനകത്ത് നമ്മുടെ ഇല്ലീഗലായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇല്ല, എല്ലാം ലീഗലായിട്ടുള്ള മാത്രമേ ഉള്ളൂ. ഇത് ആൾട്രേഷനേക്കാളും കൂടുതൽ പറയാൻ കുറച്ചും കൂടി ഈസി അപ്ഗ്രേഡേഷൻ ആണ്. അതെ. അപ്പോൾ ഇതിപ്പോ പിന്നെ വൈറ്റ് കളറായിരുന്നു വരുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ മെക്കാനിക്കൽ വർക്ക് കഴിഞ്ഞു നാട്ടിൽ വണ്ടി എത്തി. പിന്നെ നമ്മൾ NOC ഒക്കെ എടുത്ത് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നേരെ അപ്പോൾസറി വർക്കിലേക്ക് വിട്ടിട്ടില്ല. സാധാരണ കണ്ടുവരുന്ന കിറ്റ് എക്സ്റ്റീരിയർ കിറ്റ് മാത്രം മാറിയിട്ട് ആൾക്കാർ വണ്ടി നിർത്താറാണ് ചെയ്യുന്നത് അധികം. ഞങ്ങളിത് എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും മാറി മെക്കാനിക്കൽ വേസ് സ്പെക്കിലോ ബാക്കി ഒന്നിലും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇതിന്റെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അത് ധാരാളമാണ് നമ്മുടെ നാട്ടിൽ ഓടിക്കാൻ വേണ്ടി. ആ ഒരു BM-ന്റെ 525 6 cylinder വണ്ടിയാണ്. ആ സ്പെക്ക് ധാരാളമാണ്. അതുകൊണ്ട് അത് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇന്റീരിയറിൽ കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 4 സീറ്റിൽ ഇത് ബീജ് കളറായിരുന്നു. വൈറ്റ് കളറ് എക്സ്റ്റീരിയറിലും ബീജ് കളർ ഇന്റീരിയറിലായിരുന്നു. ഇതിന്റെ കളർ ഇതാണ്. ഈ വണ്ടിയുടെ വൈറ്റിന്റെ ബീജ് വരുന്ന അതേ ലുക്കിലായിരുന്നു ഇത്. അതെ. കംപ്ലീറ്റ് മാറ്റി. അതെ. അതിൽ 4 സീറ്റ് നമ്മൾ പിന്നെ ഇത് ലെതർ ഉപയോഗിച്ചിട്ടുണ്ട്, ബ്ലാക്ക് ആക്കി. റൂഫ് കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്ക് ചെയ്തു. അതുപോലെ തന്നെ ഡോർ പാഡ് കംപ്ലീറ്റ് നമ്മൾ ലെതർ ബ്ലാക്ക് ചെയ്തു. സീറ്റ് ബെൽറ്റ് മാറി, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി. റെഡ് കളർ ആക്കിയിട്ടുണ്ട് സീറ്റ് ബെൽറ്റ്. നിങ്ങളൊരു ഈ വണ്ടി ഓടിച്ചു പോവാണെങ്കിൽ ആ 1.25 കോടിയുടെ വണ്ടി മുന്നിൽ കൂടെ പോവാന്നേ പെട്ടെന്ന് ആൾക്ക് മനസ്സിലാവില്ല. അത്രയും ഈ ഡ്രൈവ് അതത്രേ ഉള്ളൂ. നോർമൽ ഒരു കോമൺ പേഴ്സൺ ഇത് പെട്ടെന്ന് ഇല്ല. ഫ്ലോർ മാറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട് എന്ന് അറിയുന്ന ഒരാൾക്കാണ് പറഞ്ഞത്, പെട്ടെന്ന് മനസ്സിലാവില്ല. അല്ലാത്തവർക്ക് ഇത് കണ്ടാൽ എന്താ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇന്ത്യയിൽ പിന്നെ ചെയ്തത്. ഇതിന് ഏകദേശം ഞങ്ങൾക്ക് ഒരു 1,70,000 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ചെയ്ത ശേഷം ഞങ്ങൾ പിന്നെ അടുത്ത പോർഷനിലേക്ക് പോയത് പെയിന്റിങ്ങിലേക്കാണ്. പെയിന്റിങ് നമ്മൾ ഇത് വൈറ്റ് ആണ്, ബ്ലൂ കളറാക്കി. ഇതൊരു ഡാർക്ക് ബ്ലൂ കളറാണ്. അപ്പോൾ പെയിന്റിങ്ങിൽ പോകുന്നതിന് മുമ്പ് കിറ്റ് വരണം. കിറ്റ് ഏകദേശം 2,50,000 രൂപ കിറ്റിനായിട്ടുണ്ട്.
കിറ്റിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ബോണറ്റ് ഇത് കിറ്റിൽ വന്നിട്ടുള്ളതാണ്. ബോണറ്റ് അല്ല? അതെ. ഹെഡ്ലൈറ്റ് കിറ്റിൽ വന്നിട്ടുണ്ട്. ബമ്പറിന്റെ ഗ്രില്ല് അതിന്റെ അടിയിൽ അടിയിലത്തെ നമ്മുടെ ഈ മെഷ് കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഫെൻഡർ 2 സൈഡില് മഡ്ഗാർഡ് എന്ന് പറയും ഫെൻഡർ. അതിനകത്തെ ബാഡ്ജിങ് എംസ്പോർട്ട് അതെ അതെ അത് വന്നിട്ടുണ്ട്. അതിനകത്ത് ഫെൻഡർ ലൈനിങ് ഒരു ലൈനിങ് ഉണ്ട്, ബ്ലാക്ക് ലൈനിങ്, അത് ആ കിറ്റിന്റെ കൂടെ ഉണ്ടാവും. പിന്നെ റണ്ണിംഗ് ബോർഡിന്റെ ഒരു സ്പോയിലർ ഉണ്ടാവും, അത് അതിന്റെ കൂടെ വന്നിട്ടുണ്ട്. ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ റിയർ ബമ്പർ, ടൈലൈറ്റ് സാധനങ്ങൾ ഇത് ഏകദേശം 2.5 ലക്ഷം രൂപ അതിന് കോസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് പല റേറ്റിൽ കിട്ടും. എല്ലാം അടക്കം കിറ്റിന് മാത്രം. അതെ, ഇത് ഞങ്ങൾ പുറത്തുനിന്നാണ് പർച്ചേസ് ചെയ്തത്. അത് പിന്നെ അലോയ്ക്ക് 60,000 രൂപ. ഇത് 7 സീറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അല്ലല്ല 4 അലോയ്ക്ക് കൂടി. അതെ, ഇത് 245 45 18R എന്ന് പറയുന്ന ടയർ സ്പെക്കാണ്. അത് 7 സീരീസിന്റെ ടയർ സ്പെക്ക്. അത് അപ്പോൾ അതിലേക്ക് ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ടയറിന് 60,000 രൂപ ബ്രിഡ്സ്റ്റോണിന്റെ അൺകണ്ടീഷണൽ ടയറാണ് വരുന്നത്. അൺകണ്ടീഷണൽ വാറണ്ടി ടയറാണ് വരുന്നത്. പിന്നെ പ്ലസ് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 lakhs അടുത്ത് നമുക്ക് പെയിന്റ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഡിപ്പെൻഡിങ് ഓരോ പേഴ്സൺ ഓരോ ബജറ്റ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ എക്സ്പെൻസ് മാത്രം. പെയിന്റിങ് 1 lakh തൊട്ടിട്ട് 6 ലക്ഷം 5 ലക്ഷം വരെയുള്ള പെയിന്റ് മാത്രം അവൈലബിൾ ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യാൻ പറഞ്ഞില്ലേ, 1 lakh തൊട്ട് അവൈലബിൾ ആണ്. ഞങ്ങൾ മെറ്റാലിക്കും സോളിഡിനും വ്യത്യാസമുണ്ട്. പിന്നെ അതിന് കമ്പനി ഉണ്ട്, ഓരോ കളർ പെയിന്റിന്. അതെ, ആ ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസം വരാറുണ്ട്. ഒറിജിനൽ BMW M Sportൽ ഏതാ അടിക്കുന്നത് അത് അവിടുന്ന് ചെയ്തു തരാൻ പറ്റും. ഗ്ലാസ് വുഡ് ആണ് ഒറിജിനൽ BMW M Sportനൊക്കെ ഗ്ലാസ് വുഡ് ആണ് അവർക്ക് സപ്ലൈ ചെയ്യുന്നത്, പെയിന്റ് സപ്ലൈ ചെയ്യുന്നത്. അതിനൊക്കെ എനിക്കറിയില്ല എത്ര എടുത്തിട്ടുണ്ട്. നമ്മൾ അന്വേഷിച്ചിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ എൻക്വയറി ചെയ്യണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അന്വേഷിച്ചോണം പറഞ്ഞുതരാം. ഇത്രയാണ് ബോഡി കിറ്റിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇത് പെയിന്റ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടി ഫുള്ള് ഷെല്ല് ചെയ്തിട്ടാണ് പെയിന്റ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഷെല്ല് ചെയ്ത്, കാരണം എല്ലായിടത്തും വൈറ്റ് പാർട്ടിക്കൽ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി മൊത്തം അഴിച്ച് ഷെല്ല് ചെയ്ത് അതിന് ശേഷമാണ് ബ്ലൂ പെയിന്റിലേക്ക് മാറ്റിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സ്റ്റിയറിംഗ്, ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സെൻട്രൽ കൺസോൾ, നമ്മുടെ അത് ആൻഡ്രോയിഡ് ഓട്ടോകാർ പ്ലസ് iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്ന സാധനം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗിയറിന്റെ നോബ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ അകത്ത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 360 ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട്. ഇതിനെല്ലാം കൂടി ഞങ്ങൾക്ക് ഏകദേശം ഒരു 1,70,000 രൂപ എക്സ്പെൻസ്. ഇതൊക്കെ പുറത്തു വന്നാൽ UAE നിന്ന് വന്ന സാധനങ്ങൾ. പക്ഷേ ഇതൊക്കെ പ്ലഗ് ഇൻ പ്ലഗ് ഔട്ട് ആണ്. ഞങ്ങൾ വയർ കട്ട് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. അതെ, ഇത് സ്റ്റിയറിംഗ് ഒക്കെ മാറുമ്പോൾ പ്രോഗ്രാം ചെയ്യണത്, കാരണം എയർ ബാഗ് വരുന്ന സ്റ്റിയറിംഗ് ആണ് സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ അത് പുതിയ സ്റ്റിയറിംഗിലേക്ക് പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ അത് ക്വാളിറ്റി കുറയും തോറും അതിനൊക്കെ പ്രശ്നങ്ങൾ വരും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിയും ബാക്കിയുള്ള നമ്മുടെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റി നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു കാരണവശാലും ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും. ഞാൻ അത് നമ്മൾ ഏകദേശം ആ എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ കണ്ടീഷനിൽ കാണുന്ന വണ്ടിയായത്. ടയർ ഓൾറെഡി ഞാൻ പറഞ്ഞു ബ്രിഡ്സ്റ്റോണിൻ്റെ ആ ഒരു സ്പെക്കിലേക്ക് 7 സീരീസിൻ്റെ സ്പെക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഔട്ട്പുട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ലെവലിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഏകദേശം 20-25 ലക്ഷത്തിനടുത്തായി, 25 lakhs അടുത്തായി. അപ്പോൾ മൊത്തത്തിൽ ബാക്കി എന്തൊക്കെ ചിലവ് വന്നിട്ടുണ്ടാവും? അപ്പോൾസ്റ്ററി എല്ലാം കൂടിയാണ് ഞാൻ എമൗണ്ട് പറഞ്ഞത്. അതായത് 13.5 ലക്ഷം വണ്ടിയുടെ പൈസയാണ്. 13 ലക്ഷം വണ്ടിയുടെ പൈസ ഞങ്ങൾ റീരജിസ്റ്റർ ചെയ്ത് വണ്ടിയുടെ അതിന്റെ ടാക്സ് എല്ലാം കൂടിയാണ്. അതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ക്ലിയർ ആയി. ഞാൻ ചോദിച്ചത് എന്താ 25 ലക്ഷം പിന്നെ എല്ലാം സ്കാൻ ചെയ്തു. വേറെ എഞ്ചിന്റെ ഭാഗത്ത് എന്തൊക്കെ ചെയ്തു, അങ്ങനെ എന്തൊക്കെ ചെയ്തു, മാറ്റിയോ അതൊന്നും അറിയില്ല. പിന്നെ കാലിപ്പർ ബ്രേക്കിന്റെ മാറ്റാൻ എത്ര ഇങ്ങോട്ടേക്ക് ടാക്സ്? ഇത് എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി 3.5 lakhs അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. 3.5 ലക്ഷം അപ്രോക്സിമേറ്റ്ലി. പിന്നെ കാലിപ്പർ, ബ്രേക്കിന്റെ കാലിപ്പർ 4 റെഡ് പെയിന്റ് അടിച്ചിട്ടുണ്ട്. വേറെ നമ്മളിതിനകത്ത് വേറെ ഒന്നും ഈ പറഞ്ഞ പോലെ സേഫ്റ്റിയുടെ കൺസേൺ ആയിട്ടുള്ള ഒരു എയർ ബാഗിൻ്റെതെല്ലാം നമ്മൾ സെൻസർ വീണ്ടും ഞങ്ങൾ സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്ത്, കാരണം എന്തെങ്കിലും എറർ കാണിച്ചു കഴിഞ്ഞാൽ ഡിഫോൾട്ടായി കിടക്കും. പിന്നെ അത് ബുദ്ധിമുട്ട് വരണ്ടെന്ന് അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കമ്പനി കൊണ്ടുവച്ച കമ്പനി സർട്ടിഫൈഡ് ആണിത്, അപ്രൂവൽ ആണ്. ഇതിനകത്ത് എല്ലാ ജെന്യൂൻ പാർട്സ് അല്ല. കിറ്റ് ഒരിക്കലും ജെന്യൂൻ പാർട്സ് നമുക്ക് കിട്ടില്ല. ജെന്യൂൻ പാർട്സ് കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മുടെ സേഫ്റ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അതെ ഇത് അതിനുശേഷം നമ്മൾ കമ്പനി കൊണ്ടുപോയിട്ടുണ്ട് സ്കാനിങ്ങിനും ബാക്കിയല്ലായിട്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അല്ലാതെ ഇങ്ങനത്തെ പുറമെയുള്ള പാർട്സ് അല്ല ഞാൻ പറയുന്നത്. അല്ലല്ല, ഉള്ളിലെ സേഫ്റ്റിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒന്നുമില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഈ പെയിന്റിങ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വണ്ടി
തളിപ്പറമ്പ് ആർ ടി ഓഫീസിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണം. കാരണം അത് പെയിൻറ്റ് വൈറ്റാണ് കിടക്കുന്നത്. അതിനെന്തോ എനിക്കൊന്ന് 500 സംതിങ് റുപ്പീസ് ചാർജ് വരുള്ളൂ. ഓക്കെ. അപ്പോൾ നിയമപരമായിട്ട് തന്നെ ഈ വണ്ടിയുടെ ഇപ്പോൾ ഈ നിലവിൽ ഇതിൻ്റെ RC-യിൽ ഈ കളർ തന്നെയാണ് കിടക്കുന്നത്. ഈ കളറാക്കി. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല നമ്മൾ അഡീഷണൽ എന്തെങ്കിലും ടാക്സോ കാര്യങ്ങളോ 500 രൂപ 600 അത് മാത്രമേ വന്നിട്ടുള്ളൂ. അത്രേ വന്നിട്ടുള്ളൂ. വേറെ ഒന്നും ചിലവ് ഇല്ല വേറെ ഈ ഒരു കിറ്റ് മാറ്റിയത് ഒന്നുമായിട്ട് എല്ലാം നമ്മൾ ഈ RC-യിൽ ഈ M Sport ബാഡ്ജ് ഇത് കിറ്റ് കയറിയത് മെൻഷൻ ചെയ്യുമോ, അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ 5 to 5 തന്നെ കിടക്കുന്നത്. 5 to 5. പിന്നെ ഞങ്ങളൊരു കാര്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 13 ലക്ഷം എന്നുള്ള ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഇൻഷുറൻസ് സർവേറെ കൊണ്ട് ഇത് വാല്യുവേഷൻ ചെയ്യിപ്പിച്ചിട്ട് അതിന് ചാർജ് കഴിഞ്ഞ സർവേർ ഓട്ടോമൊബൈൽ സർവീസ് ഉണ്ടാവും, അവരെ കൊണ്ട് വാല്യുവേഷൻ ഇൻഷുറൻസിന് IDV റേറ്റ് കൂട്ടിയിട്ടുണ്ട്. എത്രയാക്കിയിട്ടുണ്ട്? ഇതിപ്പോൾ 26 ലക്ഷത്തിൽ IDV കിടപ്പുണ്ട്. കാരണം 25 ലക്ഷത്തിന്റെ മുതലായി മൊത്തം അങ്ങോട്ടേക്ക് മാറി വന്ന് ഈ ഒരു കിറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടലി ഉള്ള വണ്ടിയുടെ എമൗണ്ട് ആണ് 25 ലക്ഷത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു. അതിലിപ്പോൾ 26 ലക്ഷം IDV ഉള്ള ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ കമ്പനി കൊടുക്കുന്ന വിലയാണ് വണ്ടിക്ക്. വണ്ടി എന്തെങ്കിലും ടോട്ടൽ ലോസ് ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടാലോ ഒക്കെ കമ്പനി കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന വിലയാണ് ആ ഒരു വില. അതെപ്പോഴും ശ്രദ്ധിക്കണം. കസ്റ്റമേഴ്സ് ആയാലും നമ്മളത് വെറുതെ കിറ്റ് ഇത്രയും ലക്ഷത്തിന് ലാക്സിന് കിറ്റ് ചെയ്തിട്ട് അവസാനം IDV കിടക്കുമ്പോൾ ഇപ്പോഴും 9 ലക്ഷമൊക്കെ ആണെങ്കിൽ നാളെ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. അതല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞു ഇല്ലീഗലായിട്ട് ഇതിനകത്ത് ഒരു നെട്ടോ ബോൾട്ടോ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഒന്നും ഈ പറഞ്ഞ പോലെ മെക്കാനിക്കൽ കോമ്പൗണ്ടിലേക്ക് ഒന്നും അപ്ഗ്രേഡേഷൻ ചെയ്തിട്ടില്ല. ബാക്കിയുള്ളവർക്കോ പബ്ലിക്കിനോ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ഇതിൻ്റെ മേലേക്ക് ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ഇത് പറഞ്ഞ പോലെ ക്രൈസിന്റെ മേലെ വണ്ടി അത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ടും പക്ഷേ ഒന്ന് ചെയ്ത് നോക്കാന്നുള്ള പരീക്ഷയാണ് അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി 6 5 സീരീസ് നമ്മളിൽ നിന്ന് എടുത്ത് ഞങ്ങൾക്ക് പറയാൻ പറ്റും വീട്ടിൽ വണ്ടി കിടപ്പുണ്ട്, നിങ്ങളൊന്ന് നോക്കിക്കോ, ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് അറിയുന്നത് ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾ ഒരു അഡീഷണൽ ഒരു 7 ലക്ഷം രൂപ കയറി ഇതിന്റെ മുകളിൽ. അതെ അതെ അല്ലേ, 7 ലക്ഷം അഡീഷണൽ കയറിയിട്ടുണ്ട് ഇതിന്റെ മുകളിൽ. ആദ്യം ഉണ്ടായിരുന്ന ഈ ഒരു ഷേപ്പിൽ നിന്നാണ് ഈ ഒരു ഷേപ്പിലേക്ക് വന്നത്. ഇപ്പോൾ കുറച്ചും കൂടി ഓടിക്കാൻ സുഖമായി. അതെ, സ്മൂത്തായി. എനിക്കൊന്ന് വെയിറ്റ് ബാലൻസിന്റെ എന്തോ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് ടെക്നിക്കൽ അതറിയില്ല. പക്ഷെ ഓടിക്കാൻ പഴയ 525 നമ്മൾ ഓടിച്ചെടുക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് രണ്ടും തമ്മിൽ ഓടിച്ചാൽ കറക്റ്റ് മനസ്സിലാവുമല്ലോ. ഓക്കെ. അപ്പോൾ ഈ നിങ്ങൾക്ക് തന്നെ മുന്നിൽ കാണാൻ പറ്റുന്നത് ഈ ഒരു ബോണറ്റ്, ബമ്പർ എല്ലാം മാറിയിട്ടുണ്ട്. ഈ ഹെഡ്ലാമ്പ് വാഷ് അതിൽ വരുന്നില്ല അല്ലേ? ഹെഡ്ലാമ്പ് വാഷ് വരില്ല, അത് വരില്ല, അതിൽ തന്നെ കവർ ചെയ്ത് പോകും. പിന്നെ ഇത് ഒരു ഓൾഡ് സ്കൂൾ ഡിസൈൻ എന്ന് തോന്നുന്നവർക്കാണ്. ഇപ്പം എനിക്ക് പഴയ ഡിസൈനും ഇഷ്ടമാണ്. ഇത് ഡിസൈൻ എല്ലാം ഇഷ്ടമാണ്. പിന്നെ നമ്മളെന്താ പറയുക, പുതിയ ഇപ്പോൾ ഇന്നോ ക്രിസ്റ്റ് ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. അതെ അതെ, ഫ്രണ്ടൊക്കെ മാറ്റിയിട്ട് അതേപോലെ തന്നെ ജസ്റ്റ് ഒരു ആഗ്രഹത്തിനെ പുറത്ത് ചെയ്യുന്നതാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ഇത്ര നമ്മുടെ ലെവലിൽ ഞങ്ങൾ നോക്കുമ്പോൾ വളരെ നല്ലൊരു വർക്ക് തന്നെയാണ്. എല്ലാവരും കൂടി നിന്നുകൊണ്ടാണ് അത്രയും വൃത്തിയായിട്ട് വണ്ടി കിട്ടിയത്. ഇത് ഇങ്ങനെ മാറ്റാൻ പറ്റും. ഓക്കെ. എം പെർഫോമൻസ് ബാഡ്ജിങ് വരും. നിങ്ങൾ മറ്റേ നോക്കിക്കഴിഞ്ഞാൽ ഫെൻഡറിന് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാവും. അത് ഇതിന്റെ ഫെൻഡറിലേക്ക് വരുമ്പോൾ എം പെർഫോമൻസ് ബാഡ്ജിങ് ആയി. ഇൻഡിക്കേറ്റർ തന്നെയാണ്, പക്ഷെ അത് പെർഫോമൻസ് ബാഡ്ജിങ് പോലെ ഉണ്ടാവും. അതെ അതെ, ഞാൻ രണ്ടിൻ്റെയും കാണിച്ചു തരാം, രണ്ടിൻ്റെയും വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവും. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ്, ബമ്പർ ഇതൊക്കെ മാറി, പിന്നെ അലോയ്സ് മാറി. ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ ടയർ സൈസ് ഇത് കൂടിയോ? അലോയ് സൈസ് വ്യത്യാസമുണ്ട്. 7 സീരീസിന് അലോയ് സൈസ് വരുന്നത് കൂടിയിട്ടുണ്ട്. അതെ അതെ. ഓക്കെ. ഇന്റീരിയറൊക്കെ ആണെങ്കിലും എല്ലാം മാറ്റി കഴിഞ്ഞു. നല്ലൊരു അടിപൊളി മാറ്റമാണ് മൊത്തം വരുത്തിയിരിക്കുന്നത്. ഏകദേശം 7-8 ലക്ഷം രൂപയുടെ അഡീഷണൽ പൈസ ഇതിൽ കയറി കഴിഞ്ഞു അല്ലേ ഈ ഒരു വാഹനത്തിൽ. ഓക്കെ. അപ്പോൾ അത്രയാണ്. ഇതുവരെ പല ഭാഗത്തു നിന്നാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ പോരെ? തീർച്ചയായും നമ്മൾ കണക്ട് ചെയ്ത് തരാം. ആരൊക്കെ എന്തൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, നമുക്ക് നമ്മുടെ കയ്യിലുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. ഏതെങ്കിലും ഈ ഒരു BM മാത്രമാണോ അതോ ബെൻസ് ഏതിന് വിളിച്ചാലും? ഇപ്പോൾ ആക്ച്വലി ഇതിപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥം. ബാക്കിയുള്ള വണ്ടികൾ നമ്മൾ കണ്ടു പരിചയമൊക്കെ ഉള്ളൂ. അതിനകത്ത് അവരെ ഇതിപ്പോൾ നമ്മൾ ഇത്ര 3-4 മാസം ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ വേറെ ഒരു കുഴപ്പം കണ്ടിട്ടില്ല. ഫ്യൂച്ചറിലും വേറെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. ഇത് പ്രൂവൺ ആയതുകൊണ്ട് നമ്മൾ ധൈര്യത്തിൽ ബാക്കിയുള്ള ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നതല്ല പറയുന്നത്. അതായത് നമ്മൾ തന്നെ പരീക്ഷിച്ചിട്ട് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പുറത്ത് പറയുന്നുള്ളൂ. ചെയ്താൽ കുഴപ്പമില്ലാതെ അതാണ് ഇവരുടെ ഒരു വാക്കെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ? എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, ഇതിനെ പറ്റിയുള്ള കൂടുതൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോയിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി ഫ്യൂച്ചറിൽ 5 സീരീസ് വണ്ടികൾ വരാനുണ്ട്. അപ്പോൾ ഒരുപാട് കസ്റ്റമർ വിളിച്ചു ചോദിക്കുന്നുണ്ടാണ് ഞാൻ ഇതിനോട് ഇങ്ങനത്തെ ഒരു വീഡിയോ കൂടി പ്ലാൻ ചെയ്തത്. അപ്പോൾ അവർക്കും റെഫറലായിരിക്കും ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഞങ്ങൾ എല്ലാവർക്കും പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്ക് അത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 3 5 സീരീസ് കാണിച്ചില്ല? 2 5 സീരീസ് അതൊക്കെ സോൾഡ് ഔട്ട് ആയി. അത് ഒരാൾ ചെയ്തിട്ടുണ്ട് കിറ്റ് നമ്മളെടുത്ത്. അതെ, നമ്മൾ ചെയ്തെടുത്തല്ല, പക്ഷെ അവർ വേറെ സ്ഥലത്ത് ചെയ്തിട്ടില്ല, റെഫറൽ എടുത്തിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ വരുന്ന ആൾക്കാർക്ക് അതൊരു റെഫറലായി കിടക്കും. അതെ, ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, മാറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് ഒരു എമൗണ്ട് വന്നത്. 7-8 ലക്ഷം രൂപ. ഇത്രയും മാറ്റം വരുത്താൻ 7-8 ലക്ഷത്തിൻ്റെ ഉള്ളിലായിട്ട്
ഈ ഒരു വാഹനത്തിന് കോസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളല്ല ചെയ്യുന്നത്, ഞങ്ങളുടെ ഓൺ വണ്ടിയാണ്, വീട്ടിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ആ ഒരു ക്രൈസിന്റെ മേലെ ചെയ്തു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതും ഒരു സേഫ്റ്റിക്ക് വിട്ടുവീഴ്ച ഇല്ലാണ്ടാണ് ചെയ്തത്. അതും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് മോഡിഫൈ ചെയ്താലും സേഫ്റ്റിക്ക് വിട്ടുവീഴ്ച ഉണ്ടായിരുന്നു. നമുക്കോ പുറത്തുള്ള ഒരാൾക്കോ അപകടം പറ്റാൻ പാടില്ല വണ്ടിയെ കൊണ്ട്. അപ്പോൾ ആ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രം അല്ലേ മുന്നോട്ട് പോവാം. അത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും തൽക്കാലം നമുക്ക് അതിൻ്റെ ചെയ്യാം. താങ്ക് യു. എന്തായാലും ഇവരുടെ വേറെ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട്. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം വണ്ടികൾ ബെൻസ് ഉണ്ട്, അതിൽ തന്നെ ഇ ക്ലാസ് ഉണ്ട്, സി ക്ലാസ് ഉണ്ട്. സി ക്ലാസ് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇ ക്ലാസ് ഇപ്പോൾ വരും, അതൊക്കെ ഇനി സ്റ്റോക്ക് അപ്ഡേഷൻ ആവുന്ന ഇ ക്ലാസ് ML കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. BMW ഉണ്ട്, 3 സീരീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ക്രിസ്റ്റ, ഫോർച്യൂണർ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഇവരെന്ന് വെച്ചാൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വണ്ടികൾ കിട്ടും. അതായത് ഇവർ അവിടെ പോയിട്ട് 1-2 മാസം നിന്നിട്ടാണ് ഈ 5-6 വണ്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാം. കറക്റ്റ് കസ്റ്റമറുടെ അടുത്ത് ഡയറക്റ്റ് പോയിട്ട് അവർ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇവരുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് വീണ്ടും ഇവിടുന്ന് വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് ഓൾറെഡി സോൾഡ് ഔട്ടായി. ഇത് സെല് ചെയ്യാൻ വെച്ചേക്കുന്നതല്ല, ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അല്ലാണ്ട് സെല് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ട ആരും ദയവേത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. മോഡിഫിക്കേഷനെ പറ്റി ഈ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ ഇതുവരെയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഇനിയും നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നും പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളെ കാറ് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, മേരാ കാസ്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ കാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഞങ്ങൾ വാങ്ങുന്നതായിരിക്കും മാക്സിമം വിലയ്ക്ക്. മറന്നുകൊണ്ട ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ശരത് ബൈ, താങ്ക് യു.